ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്നവരും അതുപോലെ തന്നെ ലൈസൻസ് എടുത്ത ബിഗിനേഴ്സും തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം. നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതായത് ഒരുപാട് പേരുടെ ഒരു സംശയമാണ്, ഈ കഴിഞ്ഞ ദിവസം കമൻറ്റ് ബോക്സിൽ ചോദിച്ചൊരു ചോദ്യമാണ്. 5th ഗിയറിൽ നിന്ന് 3rd ഗിയറിലേക്ക്, 4th ഗിയറിൽ നിന്ന് 2nd ഗിയറിലേക്ക്, 4th ഗിയറിൽ നിന്ന് അതുപോലെ തന്നെ 1st ഗിയറിലേക്ക്, അതോടൊപ്പം തന്നെ റിവേഴ്സ് ഗിയറിൽ നിന്ന് നേരിട്ട് 1st ഗിയറിലേക്ക്, 5th ഗിയറിൽ നിന്ന് ഡയറക്റ്റ് 2nd ഗിയറിലേക്കൊക്കെ നമുക്കിങ്ങനെ മാറി ഗിയർ ഇടാനായിട്ട് കഴിയുമോ? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഒരു ഉത്തരവാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെ ഏത് ഗിയർ ഇടണം എന്നുള്ള ഒരു സംശയമൊന്നും ഉണ്ടാകത്തില്ല. ഏറ്റവും മികച്ച രീതിയിൽ വണ്ടി ഓടിക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി ആദ്യത്തെ ഒരു ചോദ്യം, ഇങ്ങനെ നമുക്ക് ഗിയർ ഇടാൻ കഴിയുമോ? തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ ഗിയർ ഇടുന്നതിൽ ഒരു തരത്തിലുള്ള പ്രോബ്ലവുമില്ല. പക്ഷേങ്കിൽ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഗിയറും കൊടുക്കുന്നത് ആ റോഡിനനുസരിച്ച് നമ്മുടെ വേഗതയ്ക്കനുസരിച്ചൊക്കെയാണ് നമ്മളിത് ചെയ്യാറുള്ളതെന്ന് മാത്രം നിങ്ങൾ ബേസിക്കായിട്ട് ഏറ്റവും ആദ്യം ഒന്ന് ഓർക്കുക. ഇനി നിങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം, നിങ്ങൾ കാണുക. 5th ഗിയറിൽ നിന്ന് 3rd ഗിയറിലേക്ക് ഇടാമോ? 5th ഗിയറിൽ നിന്ന് 3rd ഗിയറിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരണം. എന്നാലേ നമുക്ക് 3rd ഗിയറിലേക്ക് ഇടാനായിട്ട് കഴിയത്തുള്ളൂ. തീർച്ചയായിട്ടും ഇടാം. പക്ഷെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ 5th ഗിയറിൽ കിടക്കുകയാണ്. 5th ഗിയറിൽ നിന്ന് 3rd ഗിയറിലേക്ക് ഇടേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇടാനായിട്ട് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ബാലൻസോടെ ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരും. എന്നാൽ എക്സ്പേർട്ടായിട്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ ചെയ്യുന്നൊരു മെത്തേഡ് നിങ്ങളെ കാണിച്ചാൽ, ഇപ്പോൾ 5th ഗിയറിൽ ഇങ്ങനെ കിടക്കുകയാണ്. 5th ഗിയറിൽ നിന്ന് ഡയറക്റ്റ് 3rd ഗിയറിലേക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങളിത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഗിയർ ലിവർ താഴോട്ടൊന്ന് താക്കുക, ന്യൂട്രൽ പോയിന്റിലേക്ക്. ഇതേ ഇങ്ങനെ ഇപ്പോൾ ന്യൂട്രൽ പോയിന്റിലേക്ക് വന്നു. ഈ ഒരു ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഗിയർ ലിവർ കൃത്യമായിട്ടും ഇപ്പോൾ സെൻറ്റർ പോയിന്റിൽ വന്നു. അതായത് ഈ 5th ഗിയറിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ താഴോട്ടൊന്ന് തട്ടിയപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഗിയർ ലിവർ ഈ ന്യൂട്രൽ പോയിന്റിൻ്റെ സെൻറ്ററിൽ വന്നു. ഓക്കെ, ഇനി സെൻറ്ററിൽ നിന്ന് ഇവിടെയാണ് 3rd ഗിയർ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കൈ ഇങ്ങനെ പിടിക്കുക. കൈ ഇങ്ങനെ പിടിച്ചിട്ട് നേരെ ജസ്റ്റ് മേളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് 3rd ഇടാം. അതായത് 5th നിന്ന് 3rd ഇടാനായിട്ട് നിങ്ങൾ നോക്കുക, ഇങ്ങനെ വരിക, ജസ്റ്റ് താഴോട്ട് തട്ടുക, ന്യൂട്രൽ ഗിയറിലേക്ക് വന്നു, ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് മേളിലേക്ക് തട്ടുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് 3rd ഗിയറിലേക്ക് ഇടാം. ഒരു എളുപ്പവഴിയാണ് പറഞ്ഞു തന്നത്. ഇനി 4th ഗിയറിൽ നിന്ന് നമുക്ക് 2nd ഗിയറിലേക്ക് ഇടാമോ? 4th ഗിയറിൽ നിന്ന് 2nd ഇടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇടണം. അതായത് നിങ്ങളെ കാണിച്ചു തരാം. ഇത് 4th അപ്പോൾ നിങ്ങൾ ഗിയർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൈ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് മേളിലേക്ക് ഇടുക. ഇപ്പം ന്യൂട്രൽ പോയിന്റ് വന്നു, അതിനുശേഷം കൈ ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വരിക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വരുന്നു, എന്നിട്ട് ഇങ്ങോട്ട് ചേർക്കാനായിട്ട് കൈ ഇങ്ങനെ പിടിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുക. അതിനുശേഷം നേരെ താഴോട്ടിട്ടാൽ നമുക്ക് 2nd ഗിയറിലേക്ക് ഇടാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ 2nd ഗിയറിൽ നിന്ന് 4th ഗിയറിലേക്ക് ഇടാവോ? തീർച്ചയായിട്ടും ഇടാം. അതിനുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളിത് ഇങ്ങനെ കൈ പിടിച്ചിട്ട് മേളിലേക്ക് ഒന്ന് തള്ളി കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗിയർ ലിവർ ഇവിടെ വന്നിട്ട് ന്യൂട്രൽ പോയിന്റിലേക്ക് വന്നു. അതായത് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ന്യൂട്രൽ പോയിന്റ് വന്നു. ഇനി ഇവിടെ നമ്മൾ ജസ്റ്റ് താഴോട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് താഴോട്ടിട്ടാൽ കണ്ടില്ലേ, ഈസി ആയിട്ട് നമുക്ക് 4th ഗിയർ ഇടാം. ഒരുപാട് ബലമൊന്നും പിടിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഇനി അതുപോലെ തന്നെ 5th ഗിയറിൽ നിന്ന് 1st ഇടാമോ? അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്, ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ 5th ഗിയറിൽ കിടക്കുന്നു, ഇങ്ങനെ 5th ഗിയറിൽ കിടക്കുന്ന സന്ദർഭങ്ങളിൽ ജസ്റ്റ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ന്യൂട്രൽ പോയിന്റിലേക്ക് ഒന്ന് തട്ടുന്നു. ഇപ്പോൾ ന്യൂട്രൽ പോയിന്റിൽ വന്നല്ലോ, ഈ സെൻട്രലായിട്ട് വന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, കൈ ഇങ്ങനെ ചെരിച്ച് പിടിക്കുക. ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് നമ്മൾ താഴോട്ട് 2nd ഇടുന്ന പോലെ തന്നെ ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ഇവിടം കൊണ്ട് മേളിലേക്ക് തള്ളുക. അതായത് ഇങ്ങനെ വരുന്നു, ഇങ്ങോട്ടിടുക. അതായത് ഇങ്ങനെ പിടിക്കുന്നു, മേളിലേക്ക് ഇടുന്നു. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് 1st ഗിയറിലേക്ക് ഇടാം. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഏതൊരു ഗിയറിൽ നിന്നും മറ്റൊരു ഗിയറിലേക്ക് ഇടേണ്ട സന്ദർഭം വരുമ്പോൾ, ഇപ്പം നമുക്ക് 5th നിന്ന് 3rd ഇടണം അല്ലെങ്കിൽ 1st ഇടണം. അപ്പോൾ എങ്ങനെ സന്ദർഭം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഗിയർ ലിവർ ഈ സെൻറ്റർ പോയിന്റിൽ വരുമെന്ന് ഓർക്കുക. ന്യൂട്രൽ പോയിന്റിൽ വന്നിട്ടേ നമുക്ക് ഇങ്ങോട്ടോ മാറ്റിയിട്ടേ നമുക്കൊരു ഗിയർ ഇടാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഗിയർ ഇടാം. ഇങ്ങനെ നിങ്ങൾ ഈ ഒരു ലെവലിൽ ഇടേണ്ടതായിട്ടില്ല. നമ്മുടെ വണ്ടി ഏത് ഗിയറിലായിക്കോട്ടെ, നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ
വണ്ടിയുടെ ഗിയർ ലിവർ വരും, ന്യൂട്രൽ പോയിന്റിൽ സെൻറ്ററായിട്ട് വരും. അവിടുന്ന് നമ്മൾ വേണം നമുക്ക് മറ്റൊരു ഗിയറിലേക്ക് ഇടാനായിട്ട്. അപ്പോൾ അത് എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റിലാണെങ്കിൽ ഫസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് സെക്കൻഡ് ഇടേണ്ട സന്ദർഭം വരുമ്പോൾ നമ്മളിത് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് തന്നെ താഴോട്ട് ഇട്ടാൽ മതി. കാരണം ഇവിടുന്ന് നേരെ താഴോട്ട് വന്നാൽ മതി. എന്നാൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് അടുത്തൊരു ഗിയറിലേക്ക് പോകണം. ഇപ്പോൾ ഫസ്റ്റിൽ നിന്ന് തേർഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നേരെ താഴോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ന്യൂട്രലിലേക്ക് വരും, സെൻറ്ററിൽ വരും. അതിനുശേഷം നിങ്ങൾക്ക് ഫോർത്തിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴോട്ട് ഇടുക, ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഇടുക. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഗിയർ ഇടാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നമ്മൾ ന്യൂട്രൽ പോയിന്റിലേക്ക് ഇടുമ്പോൾ നമ്മളുടെ ഗിയർ ലിവർ ഈ സെൻറ്റർ പോയിന്റിലേ വരൂ. അവിടുന്ന് വേണം നമ്മൾ ലെഫ്റ്റോ റൈറ്റോ മാറ്റിക്കിട്ട് ഒരു ഗിയറിലേക്ക് പോകാനെന്ന് ഓർത്തിരിക്കുക. ഈ ഒരു രീതിയിൽ വേണം നിങ്ങളൊരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഗിയറിൻ്റെ പൊസിഷനെ മനസ്സിലാക്കാനായിട്ട്. ഇനി പലർക്കൊരു സംശയമാണ്, ഫിഫ്ത്തിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കാമോ? ഞാൻ പഴയ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഫിഫ്ത്തിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയർ കൊടുക്കാം, ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല. അത് കൊടുക്കുന്നതെന്ന് പറയുന്നത് വണ്ടി നമുക്ക് ഫിഫ്ത്ത് ഗിയറിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, വണ്ടി ആവറേജ് നല്ലൊരു സ്ട്രെയിറ്റ് റോഡിൽ വേഗത്തിലാണ് പോകുന്നത്. അപ്പോൾ ആ വേഗത്തിൽ പോകുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ വണ്ടിയുടെ വേഗത അവിടെ കുറയേണ്ട സിറ്റുവേഷൻ വരുമ്പോഴാണ്. അപ്പോൾ അവിടെ കുറയേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ബ്രേക്കിലും ക്ലച്ചിലും വന്ന് വണ്ടി സ്ലോ ചെയ്തിട്ട് വണ്ടിയുടെ വേഗത തീർത്ത് ഒരു 10 കിലോമീറ്ററിലേക്ക്, അതായത് തീർത്തും വണ്ടിയുടെ റണ്ണിങ് കുറയുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഡയറക്റ്റ് കൊടുത്ത് വണ്ടി ഓടിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ഫോർത്ത് ഗിയറിൽ പോകുമ്പോഴും ഫസ്റ്റിലേക്ക് ഇടുന്നതും സെയിം സന്ദർഭം തന്നെയാണ്, വണ്ടിയുടെ വേഗത തീർത്തും കുറയുന്നു. ഇനി ഫസ്റ്റ് ഗിയറിൽ നിന്ന് നമുക്ക് സെക്കൻഡ് ഒഴിവാക്കി തേർഡ് ഇടാവൂ. സെക്കൻഡ് ഒഴിവാക്കി തേർഡ് ഇടുന്നതിന് പ്രശ്നമില്ല, പക്ഷേങ്കിൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ അങ്ങനെ ചെയ്യാറില്ല. ഫസ്റ്റിൽ നിന്ന് കൃത്യമായിട്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഫസ്റ്റ് ഷിഫ്റ്റ് ചെയ്യും, അതിനുശേഷം തേർഡ് ഇടും, പിന്നീട് ഫോർത്ത് ഇടും. ആ ഒരു ക്രമത്തിലാണ് ചെയ്യാറുള്ളത്. ഒരു കാരണവശാലും ഫസ്റ്റിൽ നിന്ന് ഡയറക്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് തേർഡിലേക്ക് ഇട്ട് പല ആൾക്കാർ അങ്ങനെ വണ്ടി ഓടിക്കാറില്ല. എന്നാൽ സ്കിപ്പിംഗ് കൂടുതലായിട്ട് വരുന്നത് ഒരു ഫോർത്തിൽ നിന്ന് ഡയറക്റ്റ് സെക്കൻഡിലേക്കോ, അല്ലെങ്കിൽ ഫോർത്തിൽ നിന്ന് ഫസ്റ്റിലേക്കോ, അല്ലെങ്കിൽ ഫിഫ്ത്തിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റിലേക്കോ, അല്ലെങ്കിൽ തേർഡിൽ നിന്ന് നമുക്ക് ഒരു ഗിയർ ഒഴിവാക്കിയിട്ട് ഫസ്റ്റിലേക്ക് ഇടേണ്ട സാഹചര്യം വരും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാത്രമാണ് നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ഗിയർ സ്കിപ്പിംഗ് പ്രോപ്പറായിട്ട് നടക്കുന്നത്. കാരണം വണ്ടിയുടെ വേഗത തീർത്തും കുറയേണ്ട സന്ദർഭങ്ങളിൽ മാത്രമേ അത് ചെയ്യാറുള്ളൂ. അല്ലാതെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമ്മൾ വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് കൊടുക്കും, തേർഡ് കൊടുക്കും, ഫോർത്ത് കൊടുക്കും, ഫിഫ്ത്ത് കൊടുക്കും. അത് ക്രമത്തിൽ തന്നെയായിരിക്കും ചെയ്യുന്നത്. എന്നാൽ ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ വണ്ടിയുടെ വേഗത തീർത്തും കുറയേണ്ട സിറ്റുവേഷൻ വരുമ്പോഴാണ് ഗിയർ സ്കിപ്പിംഗ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. വണ്ടി ഓടിക്കുമ്പോൾ ഇനി നിങ്ങൾ ഓർക്കുക, നമ്മൾ ഏത് ഗിയറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് തട്ടിയാലും വണ്ടി ന്യൂട്രൽ പോയിന്റിൽ വന്നു കഴിഞ്ഞാലും ലിവർ കൃത്യമായിട്ടും ആ ന്യൂട്രൽ പോയിന്റിൻ്റെ സെൻട്രലായിരിക്കും, ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ പോകത്തില്ല എന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മൾ കൈ ഉപയോഗിച്ച് ഗിയർ ഇടുക. കൈ ഉപയോഗിച്ചിടുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൈ തിരിച്ചും മറിച്ചും ഒക്കെ യൂസ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങളെ കാണിച്ചു തന്നു, ആ രീതിയിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. ഒപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവിത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഒപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാം പേജിലോ, ഒപ്പം എൻ്റെ ജിമെയിൽ അഡ്രസ്സും കൂടെ ഞാൻ അടിയിൽ കൊടുക്കാം. നിങ്ങൾ അതിനകത്ത് കയറി ഒരു മെയിൽ അയച്ചാലും മതി. ഓക്കെ, നമുക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.